ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠത കൂടിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പല സൂറത്തുകൾക്ക് ഇങ്ങനെ പല പുണ്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഫാത്തിഹ ഓരോ സൂറത്ത് പറയുമ്പോഴും അതിൻ്റെതായ പുണ്യങ്ങളുണ്ടാവാം. എന്നാൽ ഫാത്തിഹ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും മഹത്വം നിറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സഹീൽ ബുഖാരിയിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീ സഈദ് ഇബ്നുൽ മുഅല്ല എന്ന് പറയുന്ന ഒരു സഹാബി പള്ളിയിൽ വന്നപ്പോൾ അബീ സഈദ് ഇബ്നുൽ മുഅല്ല എന്നാണ് ആ സഹാബിയുടെ പേര്. ഒരിക്കലും മഹാനവറുകൾ പറയുന്നു, ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. അപ്പോൾ ഈ സഹാബി എന്തായിരുന്നു? നിസ്കരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സഹാബിക്കാകെ കൺഫ്യൂഷനായി. നിസ്കരിക്കണതിൻ്റെ ഇടയിലാണ് ആര് വിളിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബി നിസ്കാരത്തിലല്ലേ എന്ന് നിലക്ക് എന്ത് ചെയ്ത് നിവേദങ്ങൾക്ക് എന്തില്ല ഉത്തരം നൽകിയില്ല. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് പോയി, ഞാൻ നിസ്കരിക്കായിരുന്നല്ലോ അവൾ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലം യഖുലില്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅക്കും, അള്ളാഹു റസൂൽ വിളിച്ച് ഞങ്ങൾ ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാര് പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു. പിന്നെ എന്ത് ഞാൻ വിളിച്ചിട്ട് ഇനി ഉത്തരം നൽകാഞ്ഞ് എന്ന് എനിക്ക് ചോദിച്ചു. അപ്പോൾ ഈ അർത്ഥത്തിൽ ഫുഖഹ ഇതിൽ മസലൊക്കെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാലും എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ സംസാരിക്കൽ അനവധിയാണ്. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അസ്സലാമു അലൈക. നമ്മൾ ഡയറക്റ്റ് വെച്ച് വേറെ ആൾ നമ്മൾ സ്ഥലം ചെല്ല അസ്സലാമു അലൈക ആചാര്യ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നിസ്കാരം എന്താവും? മാത്തിലോ. റസൂലാണ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അസ്സലാമു അലൈക അയ്യുഹൻ നബി. തഹിയ്യാത്തിൽ നമ്മൾ പറയുന്നില്ലേ, അതെന്താ? നിസ്കാരം എന്താവില്ല, മാത്തിലാവില്ല. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, ലഅഉല്ലിമന്നക സൂറത്തൻ ഹിയ അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബല അൻ തഖ്റുജ മിനൽ മസ്ജിദി ഫഅഖദ ബിയദി. നബി തങ്ങൾ എന്ത് ചെയ്തു? ആ സഹാബിയുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം. അത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ സൂറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, അതേ നബിയെ, നിങ്ങൾ പഠിപ്പിച്ചു തരും എന്ന് നബി നിങ്ങൾ ആ സഹാബിയോട് പറയുകയുണ്ടായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? പോവാൻ നിൽക്കുകയാണ്. അപ്പം ഈ സഹാബി പറഞ്ഞു, നബിയെ, നിങ്ങളല്ലേ എനിക്ക് ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ പോണതിന് മുമ്പ്. എന്നിട്ട് എന്തായി ആ സൂറത്ത്? എന്താ ഒന്നും പറയാഞ്ഞത് എന്ന് നബി തങ്ങൾ ആ സഹാബി ചോദിച്ചപ്പോൾ, ഞാൻ ആ സൂറത്ത് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം എന്ന് പറയുന്ന സൂറത്താണ്. ബിസ്മി പറയാത്ത കാരണം എന്താ? ബിസ്മി എല്ലാ സൂറത്തും വെറും ബിസ്മി പറഞ്ഞാൽ എന്താവില്ല, എല്ലാ സൂറത്തും ബിസ്മി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്നുള്ളത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് എന്ന് ആ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടായി. അതുപോലെ തന്നെ മഹാനായ ജാബിർ, 2-3 സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ സൂറത്താണ് ഇതെന്ന് നബി തങ്ങൾ അവരോട് പറയുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയുണ്ടായി, അലാ ഉഖ്ബിറുക യാ അബ്ദുല്ലാഹി ഇബ്നു ജാബിർ. നീ ഇതേപോലെ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ജാബിർ, നിനക്ക് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വം കൂടിയ ഒരു സൂറത്ത് ഞാൻ എനിക്ക് പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് പഠിപ്പിച്ചു തരുവീൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു,
ഇനി പരിശുദ്ധ ഖുർആൻ്റെ എന്ത് ഇഖ്റ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ അവസാനിക്കുന്നത് വരെ ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അത് ഓതിക്കൊടുത്തു എന്ന് കാണാം. അതുപോലെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം നസായി ഉദ്ധരിച്ചതിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നു. അപ്പോൾ നബി തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, ആ സഹാബിയുടെ നേരക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്ത്, അലാ ഉഖ്ബിർക ബി അഫ്ളലിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ എനിക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ ആ സഹാബി പറഞ്ഞു അതെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ആ സഹാബിക്ക് എന്ത് ചെയ്തു, ഓതിക്കൊടുത്തു എന്ന് കാണാം. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യസീദ് റഷാദ് എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന് സുഹബത്തുണ്ട്, സഹാബിയാണ് എന്ന് അബൂ യസീദിൻ്റെ മകനാ പറയുന്നത്. അബൂ യസീദ് എന്ന് പറഞ്ഞ സഹാബി ഒരിക്കൽ പറയാണ്, ഞാൻ നബി തങ്ങളുടെ കൂടെയായിരുന്നു ഒരു രാത്രിയിൽ മദീനയിലെ ഊടുവഴിയിലൂടെ റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഒരു ദിവസം രാത്രി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു സഹാബിയുടെ വീട്ടിലൂടെ പോയപ്പോൾ ആ സഹാബി തഹജ്ജുദ് നിസ്കരിക്കണം. അന്ന് രാത്രിയൊക്കെ പോയ വീട്ടിൽ ഇങ്ങനത്തെ കുറേ പരിപാടികളാണ് ഉണ്ടാവാറ് അല്ലേ. ഓരോ സഹാബിയുടെ വീട്ടിൽ പോയാലും ഓരോ സഹാബികൾ എന്ത് ചെയ്യുക, നേരം വിളക്കുകൾ ഓതുക, നേരം വിളക്കുകൾ നിസ്കരിക്കുക, കുറച്ച് ഉറങ്ങുക, അങ്ങനെ ഈ ഭാഗത്ത് ഏത് സഹാബിയുടെ വീട്ടുകൾക്ക് പോയാലും അങ്ങനെയൊക്കെ കാണാൻ കഴിയും. അബൂ മൂസൽ അശ്അരിയുടെ ഒരിക്കൽ ഭാര്യയുമായി കൂടി പോകുമ്പോൾ അബൂ മൂസൽ അശ്അരിയുടെ വീടിൻ്റെ സമീപത്തേക്ക് പോയപ്പോൾ അവിടെ ഖിറാഅത്ത് പുറത്തേക്ക് കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറേ നേരം കേട്ട് നിന്നു. ഭയങ്കര രസമുള്ള ഖിറാഅത്തായിരുന്നു അബൂ മൂസൽ അശ്അരിയുടെ ഖിറാഅത്ത്. അത് കുറേ നേരം കേട്ടു നിന്നു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, അബൂ മൂസൽ എൻ്റെ ഖിറാഅത്ത് കേട്ട് ഞാൻ അവിടെ കുറേ നേരം നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ മൂസൽ അശ്അരി പറഞ്ഞു, നബി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ നന്നാക്കി ഓതുമായിരുന്നില്ല എന്ന്. അത്ര ഭയങ്കര മനോഹരമായ ശബ്ദമായിരുന്നു അബൂ മൂസൽ അശ്അരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സഹാബികളെ വീട്ടുകളിലൊക്കെ പോയാൽ രാത്രി അങ്ങനെ ഖിറാഅത്ത് അതുപോലെ നിസ്കാരം അങ്ങനത്തെ കുറേ ശബ്ദങ്ങളൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ ഈ സഹാബി ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ ഈ സഹാബി എന്ത് ചെയ്യാണ്, പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹയാണ് ഓതുന്നത്. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അങ്ങനെ ആ ഫാത്തിഹ അവസാനിച്ചു പോയി. മറ്റേ സഹാബിൻ്റെ കൂടെ പോയിരുന്നു. അപ്പോൾ രണ്ടാം കൂടെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, മാ ഫിൽ ഖുർആനി മിസ്ലുഹ, ഖുർആനിൽ ഇങ്ങനത്തെ സംഗതി വേറെ ഇല്ല, ഖുർആനിൽ ഇതുപോലത്തെ സംഗതി വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സഹാബിയോട് പറയുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ്, ഏറ്റവും മഹത്തമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ്. ഈ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരെ പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചകളുണ്ട്. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ ചില കലാമിനേക്കാൾ ശ്രേഷ്ഠമാണോ, എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ വിഷയമെന്ന്. കാരണം ചില കലാമിനേക്കാൾ പവിത്രത കൂടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന ചർച്ചകൾ. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് ഏത്, വിശുദ്ധ ഖുർആൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ടോ? അങ്ങനെ അള്ളാഹിൻ്റെ കലാമിൽ നമുക്ക് ചിലത് പവർ കുറഞ്ഞതും ചിലത് പവർ കൂടിയതും നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ നബിതങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിൽ ഇത് ഇത്രയും പുണ്യമാണ് എന്ന് പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ പുണ്യം എന്ന് പറയുമ്പോൾ അത് ഓതുന്ന ആൾക്കുള്ള ഏതാണ്, ആ കലാമിലേക്ക് നോക്കിയിട്ട്, കലാമിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നോക്കിയാൽ കലാം എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ആ കലാമ് പാരായണം ചെയ്യുന്ന ആൾക്ക് എന്തുണ്ട്, ചില കലാമ് പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ പുണ്യങ്ങൾ ആര് തന്നെ ഓഫർ ചെയ്തതാണ്, അള്ളാഹു തആല തന്നെ നൽകിയതാണ്. അല്ല ചില കലാം പവർ കൂടിയും ചില കലാം പവർ കുറഞ്ഞതുകൊണ്ടല്ല. ഈ കലാം ഇങ്ങനെ ഓതുന്നത് കൊണ്ട് ഇത്ര അധികമായ പുണ്യമുണ്ട് എന്ന് ഓതുന്ന ആൾക്ക് പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു തആല തന്നെ എന്താണ് നൽകിയതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ കലാമുകൾ തന്നെ അള്ളാഹു തആല ആ നിലക്ക് അള്ളാഹു തആല പവിത്രത കാണിപ്പിച്ച് നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കലാമിൽ ചിലതിൽ പുണ്യമുണ്ട് എന്ന് ഹദീസിലൂടെ വരാനുള്ള കാരണം.
അല്ല അള്ളാഹ് ഞാൻ എപ്പോഴും പറയും നബിമാരെ സംബന്ധിച്ചിടത്തോളം നബിമാരെല്ലാവരും ആരാണ് ഒരേ നുബുവത്ത് എന്നുള്ള ദാത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ നബിമാരും ഒരേപോലെയാണ്. പക്ഷെ ചില നബിമാർക്ക് എന്തുണ്ട്, ചില പ്രത്യേകതകൾ ഉണ്ട്. മൂസാ കലീമുള്ള അല്ലേ, ഈസാ റൂഹുള്ള അല്ലേ, അങ്ങനെ ഉണ്ട്. ആദം സഫീഉള്ള, അങ്ങനെ ഓരോ സംഗതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഇബ്രാഹിം ഖലീലുള്ള, നബി തങ്ങൾ ഹബീബുള്ള. അത് പവർ എന്ത് കൂടും. സുഹൃത്തും ഹബീബും ഖലീലും ഹബീബും തമ്മിൽ എന്തുണ്ട്, പവർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ നിലക്കാണ് അള്ളാഹുവിൻ്റെ കലാമ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പുണ്യം സൂറത്ത്, ഏറ്റവും മഹത്വമുള്ള സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം അങ്ങനെ നോക്കാം. പിന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ചില സൂറത്തുകളുടെ ആശയങ്ങൾ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആശയത്തിലൊക്കെ കലാമിലേക്ക് നോക്കിയിട്ടില്ല. ഇപ്പോൾ ചില സൂറത്തുകൾ തൗഹീദ് മാത്രം പറയുന്നുണ്ട്, അതിൽപ്പെട്ടാണ് സൂറത്തുൽ ഇഖ്ലാസ്. ചില സൂറത്തുകൾ മതവിധികൾ പറയുന്നുണ്ട്, ചില സൂറത്തുകളിൽ എന്തുണ്ട്, ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ചില സൂറത്തുകൾ അബൂലഹബിനെ വരെ പറ്റിയിട്ട് എന്തുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സൂറത്തുകളും അള്ളാഹുവിൻ്റെ മാരിഫത്തിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ തൗഹീദിനെ പറയുന്ന സൂറത്തുകൾ നമ്മൾ നോക്കുമ്പോൾ അതിലെന്തുണ്ട്, അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയിലും മറ്റേലെന്തുണ്ട്, ആ നിലക്കും വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ കലാമിൽ എന്തില്ല, ഏറ്റക്കുറച്ചിൽ ഇല്ല എന്ന് മനസ്സിലാക്കും. മറ്റു രണ്ടാമത്തെ ശ്രേഷ്ഠത, ലോകത്ത് ഇന്നേ വരെ സൂറത്തുൽ ഫാത്തിഹ പോലത്തെ ഒരു സാധനം എവിടെയും ഒരു ഗ്രന്ഥത്തിലും അവതരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ പോലത്തെ ഒരു സംഭവം ലോകത്ത് ഒരു ഗ്രന്ഥത്തിലും എവിടെയും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ പറയുന്നത്, ഉബയ്യു കഅബിനെ തൊട്ട് ഉദ്ധരിച്ച ഒരു ഉദ്ധരണിയിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു തബാറക വ തആല ഫി തൗറാത്തി, അള്ളാഹു തആല തൗറാത്തിലും ഇറക്കിയിട്ടില്ല, വലാഫിൽ ഇഞ്ചീലും ഇറക്കിയിട്ടില്ല, മിസ്ല ഉമ്മുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന, അതായത് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് അത് ഉമ്മുൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ പോലത്തെ സംഗതി ഇറക്കിയിട്ടില്ല. വഹിയ സബുൽ മസാനി, അത് സബുൽ മസാനിയാണ്. സബുൽ മസാനി എന്ന് പറയാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അതായത് സബിൽ മസാനി എന്ന് പറയാൻ കാരണം എന്താ, മസാനി എന്ന് പറയുന്നതിൽ സബിൽ മസാനി എന്നാണ് ഫാത്തിഹയുടെ എന്ത് ഒരു പേരാണ് അല്ലേ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, നിങ്ങൾക്ക് നബിയെ എന്ത് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് വിശദീകരിക്കാം. സബിൽ മസാനി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയിലോ അല്ലെങ്കിൽ തൗറാത്തിലോ എവിടെയും ഇറങ്ങിയിട്ടില്ല പരിശുദ്ധ സൂറത്ത് പോലെ എന്നാണ്, ഫാത്തിഹ പോലെ. മറ്റൊരു ഹദീസിൽ കാണാം, തുർമുദിയുടെ ഹദീസിൽ കാണാം, ഒരിക്കൽ മഹാന ഉബയ്യ് കഅബിൻ നബികൾ ചോദിച്ചു, നിനക്ക് ഞാൻ ഒരു സൂറത്ത് പറഞ്ഞുതരാം, അത് തൗറാത്തിലുമില്ല, ഇഞ്ചിയിലുമില്ല, സബൂറിലുമില്ല, വലാ ഫിൽ ഖുർആൻ, എവിടെയില്ല, ഖുർആനിലുമില്ല. അങ്ങനത്തെ ഒരു സൂറത്ത് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ നബി ആ സാബി ചോദിച്ചു, ആ നബിയെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ റസൂൽ ചോദിച്ചു, ഇനി ഖുർആൻ നിസ്കാരം തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങൽ ചോദിച്ചു. പറഞ്ഞ് ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതി കൊടുത്തു. ആര്? ആ സഹാബി. നിസ്കാരം എങ്ങനെ തുടങ്ങലെന്ന് ചോദിച്ചു. അത് നബി തങ്ങൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, വൈനഹ സബഉ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം, അതാണ് അത് എന്താണ്, സബീൽ മസാനിയാണ്. ഈ പറഞ്ഞ നീ ഓതിയ ആ സൂറത്തിനാണ് ഈ വക എല്ലാ പ്രതിഫലങ്ങളുള്ള ഒരു ഗ്രന്ഥത്തിലില്ലാത്ത സൂറത്ത് നീ ഓതിയ ഈ സൂറത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സഹാബിയോട് പറയുന്നുണ്ട്. അപ്പോൾ സബീൽ മസാനി പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം, നിനക്ക് സബീൽ മസാനി തന്നിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ തന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഒരു ആയത്തുകൾ ആലോചിച്ച് നോക്കൂ, എന്താ പറയണേ, നബി ഞങ്ങൾക്ക് ഖുർആനും തന്നിട്ടുണ്ട്, സബീൽ മസാനി തന്നിട്ടുണ്ടെന്നാ പറയണത്. ഖുർആൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഏത് പെട്ട്, സബീൽ മസാനി സൂറത്തുൽ ഫാത്തിഹ പെട്ട്. ഇത് ഇറങ്ങാനുള്ള കാരണം എന്താ, യഹൂദരിൽപ്പെട്ട ചില ഗോത്രങ്ങൾ കുറിച്ച് നബിതങ്ങളുടെ സാഹിബികളോ ആ ഗോത്രങ്ങളുടെ സമീപത്തേക്ക് പോയപ്പോൾ അവർക്ക് സുഭിക്ഷമായ എല്ലാ അഭിവൃദ്ധിയും കൊടുക്കുന്നത് സാഹിബികൾ കൊണ്ട്. അവർക്ക് എന്തിനും ബുദ്ധിമുട്ടില്ല, കൃഷിക്ക് കൃഷിയുണ്ട്,
ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ കാലികളുണ്ട്, അന്നത്തെ വരുമാനങ്ങളൊക്കെ ഉണ്ട്, അഭിവൃദ്ധി, നല്ല ഭവനങ്ങളുണ്ട്, എല്ലാമുണ്ട്. സഹാബികൾ പറഞ്ഞു, ഇവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ നബിയെ എന്ന് സഹാബികൾ റസൂലാണ് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, അവർക്ക് താത്തൈനാക്ക സബഅ മിനൽ മസാനി വൽ ഖുർആൻ, അതിനേക്കാൾ വലിയ സാധനങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. എന്താണ്? ഖുർആനും തന്നിട്ടുണ്ട്, ഫാത്തിഹയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ, നിങ്ങളെ കണ്ണുകൾ അവർക്ക് കൊടുത്ത ആ വിഷയത്തിലേക്ക് നിങ്ങളെ കണ്ണുകൾ നിങ്ങൾ തിരിക്കണ്ട. അതിനേക്കാളും വലിയ സംഗതി അല്ലാഹു തആല നിങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, മാന സിദ്ദീഖ് റളിയല്ലാഹു തൊട്ടുള്ള ഉദ്ധരണിയാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കി പറയാൻ കഴിയും. അതിൽ കാണാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരിശുദ്ധ ഖുർആനും ഫാത്തിഹയൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊരാൾക്ക് തുടങ്ങി അല്ലാഹു തആല ചെയ്ത എല്ലാ അനുഗ്രഹവും നിഷേധിച്ചവനായി മാറുന്ന. എന്ത്? സൂറത്തുൽ ഫാത്തിഹ അറിയുകയും സൂറത്തുൽ ഫാത്തിഹ അറിയുകയും പരിശുദ്ധ ഖുർആനിലെ എല്ലാം അറിയുകയും മനസ്സിലാക്കാൻ കഴിയുകയും അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഓതാങ്ങനൊക്കെ കഴിയും. പരിശുദ്ധ ഖുർആനും സൂറത്തുൽ ഫാത്തിഹയും ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ട് അയാൾക്ക് ഇതിനേക്കാളും വലുത് വേറെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അയാൾ ഏറ്റവും വലിയ നിഷേധിയാണ്. സൂറത്തുൽ ഫാത്തിഹയും ഖുർആനും കിട്ടിയിട്ട് ഒരാൾ ഇതിനേക്കാളും അഭിവൃദ്ധി വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യാനും അതിലുമായി സാഹസിക്കാനുള്ള ഒരു ഭാഗ്യം ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും ഭാഗ്യമുള്ള സംഗതി ജീവിതത്തിൽ മനുഷ്യന് കിട്ടാനില്ല. അതുകൊണ്ട് മഹാന്മാരൊക്കെ എന്ത് ചെയ്യണം, ഫാത്തിഹ എങ്ങനെ എന്ത് ചെയ്യാം, ആവർത്തിക്കാൻ, റിപ്പീറ്റ് ചെയ്യാൻ പറയും. ചില മഹാന്മാരൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, ഫാത്തിഹ ഇങ്ങനെ ആവർത്തിച്ച് ഓതാൻ പറയും. ഖുർആൻ ഓതാൻ കഴിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് ഓതാൻ നിർദ്ദേശിക്കുന്ന സൂറത്താണ് ഇത്, സൂറത്തുൽ ഫാത്തിഹ. കാരണം എന്താണ്, ഫാത്തിഹത്തുൽ കിതാബ് റിവളുൻ അൻ ഗൈരിഹ വലൈസ ഗൈറുഹ റിവളുൻ അൻഹാ എന്ന. ഫാത്തിഹ എല്ലാത്തിനും പകരമാണ്, ഫാത്തിഹയ്ക്ക് പകരമായി ഒന്നുമില്ല. എന്തൊക്കെ നിങ്ങൾക്ക് പകരം ചെയ്യേണ്ടോ ആ സ്ഥാനത്ത് ഫാത്തിഹ വെച്ചാൽ മതി. ഫാത്തിഹയ്ക്ക് ബദലായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കണമെങ്കിൽ ആ പണി നടക്കൂല. ഫാത്തിഹയ്ക്ക് പകരമായിട്ട് ഒന്നുമില്ല എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനും ഫാത്തിഹയുമായി സാഹസിക്കാനുള്ള അവസരം കിട്ടിയിട്ട് അവൻ്റെ മാതിരി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കണേ, അയാൾ ഭയങ്കര നിഷേധിയാണെന്നാ. അപ്പോൾ ജീവിതത്തിൽ ഫാത്തിഹ എപ്പോഴും ആവർത്തിക്കാനും ഓതാനും കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവനാണ്. അയാളെക്കാളും അനുഗ്രഹം നിയമത്തും വേറെ ആൾക്ക് ചെയ്തിട്ടില്ല എന്നാണ് നബിതങ്ങൾ ഹദീസിലുള്ളത്. അപ്പോൾ ഒന്നിരിക്കൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ കഴിയില്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഏത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ആവർത്തിക്കുക, അത് നല്ല പണിയാണ്. ഒന്നിരിക്കൽ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാം. അതിന് പറ്റില്ലെങ്കിലോ നടത്തത്തിലും ഇരുത്തത്തിലും ഓട്ടത്തിലൊക്കെ എന്ത് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ ഓതാം. ഇതുമായി സാഹസിക്കാനുള്ള അവസരം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെക്കാളും ഭാഗ്യശാലി വേറെ ഒരാളില്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സബൈൽ മസാനി എന്ന് പറയാൻ കാരണം എന്താ, മസാനി എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് സനാഗ് എന്നുള്ള പദത്തിൽ നിന്നാണ് മസാനി വന്നതെന്നാ. സനാഗിനെ സ്തുതിക്കാന്നാണ്. അള്ളാഹുമായിട്ടുള്ള നല്ലൊരു സ്തുതി പരിശുദ്ധ ഖുർആനിൽ ഏതിലുണ്ട്, സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 സനാഗ് എന്നാണ്. ഇസ്തിസ്നാഗ് എന്ന പദത്തിൽ നിന്നാണ്. ഇസ്തിസ്നാഗ് എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റിവെച്ച എന്നാ. നബിതങ്ങളുടെ ഉമ്മത്തായ നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച സൂറത്താണ് ഏത്, സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഏത് പറയാൻ കാരണം, മസാനി എന്ന് പറയാൻ കാരണം. സബീൽ മസാനി അല്ലേ, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടില്ല സബീൽ മസാനി എന്ന് കേട്ടിട്ടുണ്ടോ? ഫാത്തിഹയെ കുറിച്ച് കേട്ടിട്ടില്ല? എല്ലാവർക്കും അറിയാം സബീൽ മസാനി പറഞ്ഞാൽ പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് സബീൽ മസാനി നമ്മൾ ചിന്തിച്ചില്ല. സബീൽ മസാനി പറഞ്ഞാൽ എന്താ, പ്രത്യേകമായി മാറ്റിവെച്ച്. ഇസ്തിസ്നാ എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇവിടെ എല്ലാവരും ഉണ്ട്, ഒരാളൊഴിച്ച്. ഇപ്പൊ ഉദാഹരണം പറയാ, സീട്ടി ഒഴിച്ച് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, സീറ്റിനെ പ്രത്യേകം എന്ത് ചെയ്യണം, മാറ്റിവെച്ചോ എന്ന് പറയുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളും ദൈവികമായ എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഫാത്തിഹ നമുക്ക് മാത്രം, അത് ഇസ്തിസ്നാ, അത് നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു. അതാണ് മസാനി എന്ന് പറയുന്നവരുണ്ട്.
അപ്പോൾ ഫാത്തിഹ അതാണ് ഫാത്തിഹയ്ക്ക് മറ്റൊരു സബീൽ മസാനി എന്ന് പറയാൻ കാരണം എന്താ, അതാണ് പറയുന്നത് ഫദഖറഹലഹും, ഒരു ഉമ്മത്തിനും നബിതങ്ങളുടെ മുമ്പുള്ള ഒരു ഉമ്മത്തിനും ഫാത്തിഹയുമായി ബന്ധപ്പെട്ട അത്ര ക്വാളിറ്റി ഉള്ള ഒരു കലാമും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഈ ഉമ്മത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ് ഫാത്തിഹ എന്നുള്ളതാണ്. മൂന്നാമത് അർശിന്റെ താഴ്ഭാഗത്തുള്ള ചില നിധികളെ കുറിച്ച് പറയുന്നുണ്ട്. അതും ചില സമുദായത്തിന് കൊടുത്തിട്ടില്ല. അർശിന്റെ താഴ്ഭാഗത്തെ നിധി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ നിധികളുമായി അയാൾ കൈകാര്യം ചെയ്താൽ അള്ളാഹുമായിട്ടുള്ള അയാളുടെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ യാതൊരു മറയുണ്ടാവില്ല. അതാണ് അർശിന്റെ താഴ്ഭാഗത്തെ നിധി എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. നമുക്കെല്ലാം എവിടുന്നിട്ട് നിധിയാലും ഈ അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധി എന്നതിൻ്റെ പ്രത്യേകത എന്താ, ആ നിധികളുമായി ഒരാൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നുണ്ടാവില്ല, യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അത്തരത്തിൽപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ചില സംഗതികളുണ്ട്, ചില സൂറത്തുകളുണ്ട് അത്തരത്തിൽപ്പെട്ടതാണ്. അർശിന്റെ താഴ്ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിലൂടെ വളരെ റെസ്പെക്റ്റിൽ ഇറക്കിയ ചില സൂറത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രത്യേകം അനുഭവങ്ങൾ എടുത്ത സംഗതിയാണ് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെയാണ് എന്ത് സൂറത്തുൽ ഫാത്തിഹയും. പിന്നെ അതുപോലെ തന്നെ ഏതുണ്ട്, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അലിയുടെ റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്തും ആയത്തുൽ കുർസിയും. ആയത്തുൽ കുർസി കേട്ടിട്ടില്ലേ? ഫാത്തിഹയും ആയത്തുൽ കുർസിയും. പിന്നെ പരിശോധന ചില സുഹൃത്തുക്കളുണ്ട്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ ആയത്ത് കേട്ടിട്ടില്ലേ? ആ ആയത്തും സൂറത്തുൽ ആലി ഇംറാനാണ് ആയത്ത്. അതിൽ ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്കി എന്ന് പറയുന്ന സൂറത്തുൽ ആലി ഇംറാനാണ് മറ്റൊരായത്ത്. ഈ ആയത്തുകളൊക്കെ അർശുമായി കണക്റ്റഡ് ആണ്. ലൈസ ബൈനഹുന്ന വബൈനല്ലാഹി ഹിജാബ്. ഈ ആയത്തുകൾക്കിടയിലും അള്ളാഹുവിൻ്റെ ഇടയിൽ യാതൊരു മറയില്ല. അത് എപ്പോൾ കൈകാര്യം ചെയ്യുന്നു, ഉടൻ ആൻസറാണ്. അത് ഉത്തരം കിട്ടാനുള്ള കൂടുതൽ സാധ്യത. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ വേഗം ഫാത്തിഹ എന്ത് ചെയ്യുന്നത്, ഓതുന്നത്. ഇതിനെതിരെ എന്തില്ല, യാതൊരു തടസ്സമില്ല. ഏതൊക്കെ സൂറത്തുകളാണ്? ഫാത്തിഹ, ആയത്തുൽ കുർസി, ഷഹീദല്ലാഹ്, പിന്നെന്താ ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്ക് എന്ന് പറഞ്ഞ ആയത്ത്. ഈ 4 സംഗതികളുണ്ട്. ചിലപ്പോൾ ആമന റസൂലുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, വാശിവായിക്ക് മനസ്സിലാവും. ഏതായാലും ഈ അതിൽപ്പെട്ട അർശിന്റെ നിധികളിൽ നിന്നുള്ള മൂല്യമായ നിധിയായിട്ട് നമുക്ക് അവതരിക്കപ്പെട്ടതാണ് ഏത് സൂറത്തുൽ ഫാത്തിഹ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 പുണ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള കുറേ പുണ്യങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കും. തൽക്കാലം അവിടെ സമയം നിർത്തിയാണ്. അള്ളാഹു തആല പറഞ്ഞതും കേട്ടതെല്ലാം നാഫിയ അൽമാക്കി മാറ്റട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ.